നമസ്കാരം. പിണറായി സർക്കാരിന് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമയം തീരെ ശരിയല്ല. സർക്കാരിന് ഇപ്പോ വിവാദങ്ങൾ ഒഴിഞ്ഞ സമയമില്ല എന്ന് തന്നെ ചുരുക്കി പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയ വിവാദം ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോഴും വിവരച്ചോർച്ച സർക്കാരിന് മാറപ്പാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സർക്കാർ ജീവനക്കാരുടേത് ഉൾപ്പെടെയുള്ള വ്യക്തി വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സ്വകാര്യ PR ടീമിന് ചോർത്തിയതിൽ കോടികളുടെ കച്ചവടം നടക്കുമെന്നാണ് ആശങ്ക. ഇതോടെ സർക്കാർ ജീവനക്കാർ കോടതിയിലേക്ക് എത്തി. ഭരണഘടന ഉറപ്പുനൽകുന്ന സ്വകാര്യത ലംഘനമാണ് ഡേറ്റ ചോർത്തലെന്നു കാട്ടി സെക്രട്ടേറിയറ്റ് ക്ലറിക്കൽ അസിസ്റ്റന്റ് KM അനിൽകുമാറും മലപ്പുറം KTM കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ P റഷീദ് അഹമ്മദും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അനുവാദമില്ലാതെ വിവരം ചോർത്തിയതിന് നഷ്ടപരിഹാരവും തേടി. വിവര ചോർച്ചയിൽ സ്പാർക്കും മെഡിസെപ്പുമാണ് സംശയ നിഴലിലുള്ളത്. ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് സ്വകാര്യതയെന്ന് സുപ്രീം കോടതി വിധി സർക്കാർ ലംഘിച്ചു എന്നും ഡിജിറ്റൽ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ് എന്നിവ കാണിച്ചാണ് ഹർജി വ്യക്തമാക്കിയത്. കൂടുതൽ പേർ നഷ്ടപരിഹാരം തേടിയാൽ സർക്കാർ കോടതിയിൽ വീണ്ടും വിയർക്കേണ്ടി വരും. ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഹൈക്കോടതി എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ സ്പാർക്കിലെ വിവരങ്ങൾ ലഭിച്ചു എന്നും വ്യക്തിഗത വിവരങ്ങൾ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുത് എന്നും മുൻകാല ഉത്തരവുണ്ടെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കിട്ടിയെന്നും ഹൈക്കോടതി ചോദിച്ചു. സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം കൂടിയാണ് ഇത്. ഗുരുതരമായ ആരോപണമാണ് ഇതെന്നും വീണ്ടും സന്ദേശങ്ങൾ അയക്കാൻ പാടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത് എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. വിഷയത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. സർക്കാർ നടപടി പ്രഥമദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ആളുകൾക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങളാണ് സർക്കാർ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ കോടതി ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നും സർക്കാരിനോട് ആവർത്തിച്ചു ചോദിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നത് വരെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. ഓഫീസിൽ നിന്നും ഓരോ വ്യക്തിക്കും എത്ര സന്ദേശങ്ങൾ അയച്ചു എന്ന വിവരം വിശദമാക്കി സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. 2024 നിയമസഭയിൽ സമർപ്പിച്ച കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ 5,45,423 സ്ഥിരം സംസ്ഥാന ജീവനക്കാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരുമുണ്ട്. പിണറായി സംരംഭക വർഷം പദ്ധതിയിലൂടെ 4,06,178 സംരംഭങ്ങൾ തുടങ്ങിയതായാണ് അവകാശവാദം. ഇതെല്ലാം ചേർത്താൽ 72 ലക്ഷത്തോളം പേരുടെ ഡേറ്റകൾ കടത്തി. 2023 ഡിജിറ്റൽ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷണ നിയമപ്രകാരം ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യക്ക് പരാതി നൽകും. നിയമം ലംഘിച്ചതായി ബോർഡിന് ബോധ്യമായാൽ കനത്ത പിഴയാണ് ശിക്ഷ. ഡേറ്റ ചോർച്ച തടയുന്നതിൽ പരാജയപ്പെട്ടതായി ബോധ്യമായാൽ ഉത്തരവാദികളായ കമ്പനികൾക്ക് 250 കോടി വരെ പിഴ ചുമത്താം. ഇത് സ്പാർക്കിനും മെഡിസെപ്പിനും തിരിച്ചടിയായേക്കാം. ഡേറ്റ ലംഘനം നടന്നാൽ അത് പ്രൊട്ടക്ഷൻ ബോർഡിനെയോ ബാധിക്കപ്പെട്ട വ്യക്തികളെയോ അറിയാതിരുന്നാൽ 200 കോടി വരെയാണ് പിഴ. നിയമത്തിലെ മറ്റു വ്യവസ്ഥകൾ ലംഘിച്ചാൽ 50 കോടി വരെയാണ് പിഴ. വിവരങ്ങൾ ചോർത്തുന്നത് സൈബർ കുറ്റകൃത്യമായതിനാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഓൺലൈനായും നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 വിളിച്ച് പരാതി നൽകാം. DPPA ശിക്ഷ വിധിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആൻഡ് അപ്പലേറ്റ് ട്രിബ്യൂണൽ അപ്പീൽ നൽകണം. അപ്പീൽ തള്ളിയാൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് വിധിച്ച ശിക്ഷ നിലനിൽക്കും. ബോർഡ് ഉത്തരവ് സിവിൽ കോടതിന് തുല്യമെന്ന് ലംഘിക്കുക കോടതി അലക്ഷ്യത്തിനും സമാനമായ കുറ്റമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.